ശരത്ത്, ഈ പ്രതി പറയുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷം വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ തെളിവ് നശിപ്പിക്കുന്നതിനായി കത്തിക്കുന്നു, അതിനുശേഷം ഫോൺ ബസ്സിൽ ഉപേക്ഷിക്കുന്നു. ഈ ഫോണാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ജയചന്ദ്രനിലേക്കൊക്കെ അന്വേഷണ സംഘത്തെ എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ഇക്കാര്യം ഉൾപ്പെടെ ജയചന്ദ്രൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ കൊലപാതക ശേഷം വസ്ത്രം ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ, അതായത് ഈ വസ്ത്രം അത്ര എളുപ്പം ദ്രവിക്കില്ല, അല്ലെങ്കിൽ അത് ജീർണിക്കില്ല എന്ന് കണ്ടത് തന്നെയാവണം തരത്തിൽ അത് ആദ്യം തന്നെ വസ്ത്രം പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷമാണ് മൃതദേഹം ഈ ഒരു കുഴിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ശേഷം ആ മൃതദേഹം പുറത്തു വരാതിരിക്കാനോ അല്ലെങ്കിൽ പട്ടിയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ രാത്രികാലങ്ങളൊക്കെ എത്തി ഇത് മാന്തി ഈ മൃതദേഹം പുറത്തെത്തിക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാനോ ഒക്കെ തന്നെയാണ് പിന്നീട് ഈ മൃതദേഹത്തിന് പുറത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ ആ മൃതദേഹം എളുപ്പം കണ്ടെത്തില്ല എന്ന് ജയചന്ദ്രൻ കരുതുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനുശേഷം ഈ മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തെ വഴിതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ എറണാകുളത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അതായത് ദൃശ്യം സിനിമയിൽ ഈ കുറ്റകൃത്യം എങ്ങനെയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കൽ ഏത് രീതിയിലായിരുന്നോ ആ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ജയചന്ദ്രനും വിജയലക്ഷ്മിയുടെ മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തെ പൂർണ്ണമായും വഴിതെറ്റിക്കുക മാത്രമല്ല മൃതദേഹം വളരെ എളുപ്പമുള്ള സ്ഥലത്ത് മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ എറണാകുളത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജയചന്ദ്രന് വിനയാവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു. പിന്നീട് ഈ പരാതി, അതായത് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന പരാതി കരുനാഗപ്പള്ളി പോലീസിന് വിജയലക്ഷ്മിയുടെ ബന്ധുവിൽ നിന്ന് ലഭിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും ആദ്യം പോലീസ് ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അപ്പോഴാണ് എറണാകുളത്ത് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജയചന്ദ്രന്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോണിലുണ്ട്. ആ രീതിയിൽ ജയചന്ദ്രനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് പിന്നീട് കൊലപാതക വിവരം അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഏത് രീതിയിലാണ് കൊലപാതകം നടന്നത്, എങ്ങനെയാണ് മറവ് ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ജയചന്ദ്രൻ വിവരിച്ചു കൊടുക്കുകയാണ്.